എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോഗ്രാമിങ്ങും 01 നാപ്സാക്കുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൈനാമിക് പ്രോഗ്രാമിൽ പറയണത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ളതിൽ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്, അതാണ് ഒരു എക്സാമ്പിൾ. പിന്നെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് പ്രോബ്ലംസ്, ഓരോ സബ് പ്രോബ്ലംസിന് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്, ഒറ്റയടിക്ക് സോൾവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ പോലെ. Moreover, dynamic programming algorithm solves each subprogram just once and then saves its answer in a table. ആദ്യം എല്ലാ സബ് പ്രോഗ്രാമിങ് സോൾവ് ചെയ്തിട്ട് അതും ഒറ്റയടിക്ക് ഒരേ സമയത്ത്, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കൂടെ ഒരു ടേബിളിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കും. വേറൊരു സമയത്ത് എപ്പോഴും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, thereby avoiding the work of recomputing the answer every time. എപ്പോഴും റീകമ്പ്യൂട്ടിങ് ചെയ്യാതിരിക്കാനായിട്ട്, കമ്പ്യൂട്ടറിന് പിന്നെയും വർക്ക് കൊടുക്കാതിരിക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് സജസ്റ്റ് ചെയ്യുന്ന രണ്ട് മെയിൻ പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസും രണ്ടാമത്തത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചറും. ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ആദ്യത്തേത്. ഇത് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് പോലെ തന്നെയുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ് പ്രോബ്ലംസിനെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് അത് കമ്പൈൻ ചെയ്യുന്നത്, ഇതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് പ്രോഗ്രാം പോലെ തന്നെയാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് വെയർ ദ സൊല്യൂഷൻ ഓഫ് വൺ സബ് പ്രോബ്ലം ഈസ് നീഡഡ് റിപ്പീറ്റഡ്ലി. ഈ ഓവർലാപ്പിംഗ് യൂസ് ചെയ്യുന്നത് ഒരു സബ് പ്രോബ്ലം വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ പ്രോബ്ലംസിൽ വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് അങ്ങനെ വരുമ്പോഴാണ് ഈ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദ കമ്പ്യൂട്ടഡ് സൊല്യൂഷൻ ആർ സ്റ്റോർഡ് ഇൻ ടേബിൾ. അതൊരു ടേബിളിലായിരിക്കും നമ്മൾ സോൾവ് ചെയ്തത്, സൊല്യൂഷൻസ് കണ്ടുപിടിച്ചത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാം, കൂടുതൽ വർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹെൻസ് ദിസ് ടെക്നിക്ക് ഈസ് നീഡഡ് വെയർ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലം എക്സിസ്റ്റ്. എവിടെയാണോ ഓവർലാപ്പ് ചെയ്യാൻ സബ് പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടേക്ക് ഈ ടെക്നിക്ക് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ബൈനറി സെർച്ച് ഡസ് നോട്ട് ഹാവ് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് whereas recursive problem of Fibonacci numbers have many overlapping sub problems. എന്നതാണ് ബൈനറി സെർച്ചിൻ്റെ അകത്ത് ഈ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഇല്ല. അതുപോലെയല്ല ഈ റിക്കേഴ്സീവ് പ്രോബ്ലമായ ഫിബൊനാച്ചി സീരീസ് നമ്പറിൻ്റെ അകത്ത് ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ ഗിവൺ problem has optimal substructure property if the optimal solution of the given problem can be obtained using optimal solution of its subproblems. ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, ഇഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ പ്രോബ്ലം, ഗിവൺ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ക്യാൻ ബി obtained using optimal solutions of its subproblems. എന്താണ് ഗിവൺ പ്രോബ്ലംസിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വെച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സബ് പ്രോബ്ലംസിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് വെച്ച് ഗിവൺ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ഹാസ് ദ ഫോളോയിങ് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോപ്പർട്ടി. ഒരു ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇഫ് എ നോഡ് എക്സ് ലൈസ് ഇൻ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ സോഴ്സ് നോഡ് യു ടു ഡെസ്റ്റിനേഷൻ നോഡ് വി, then the shortest path from u to v is the combination of the shortest path from u to x and the shortest path from x to v. നമുക്ക് തന്നിരിക്കുന്ന എക്സ് നോഡ്
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് യു തൊട്ട് യുന്ന് തുടങ്ങി വി വരെയുള്ളതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ കോമ്പിനേഷൻസ് എടുക്കുന്നെന്നാണ് പറയുന്നത്. യു തൊട്ട് എക്സ് വരെയുള്ളതും എക്സ് തൊട്ട് വി വരെയുള്ളതും, ഐ മീൻ സോഴ്സ് നോഡിൽ നിന്ന് എക്സ് വരെയുള്ളതും എക്സ് ഇന്ന് ഡെസ്റ്റിനേഷൻ വരെയുള്ള അതിൻ്റെ കോമ്പിനേഷൻസ് എടുത്തിട്ട് അതിലേതാണോ ചെറുത് അതാണ് നമ്മൾ എടുക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം ലൈക്ക് ഫോൾഡ്, വാർഷൽ ആൻഡ് ബെൽമാൻ ഫോൾഡ് ആർ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾസ് എന്നാണ് പറയുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത്, ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതാണ് ഫോൾഡ് വാർഷലും ബെൽമാൻ ഫോൾഡും. ഇത് രണ്ടുമാണ് എക്സാമ്പിൾസ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ അടുത്തത് ഇനി ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്, അതിൻ്റെ സ്റ്റെപ്സാണ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഡൈനാമിക് പ്രോഗ്രാമിൻ്റെ അകത്ത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗോരിതം ഈസ് ഡിസൈൻ യൂസിങ് ദ ഫോളോയിങ് 4 സ്റ്റെപ്സ്. ഈ 4 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗോരിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാറ്റഗറൈസ് ദ സ്ട്രക്ചർ ഓഫ് എ ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്നതാണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തത് റിക്കേഴ്സീവ്ലി ഡിഫൈൻ ദ വാല്യൂ ഓഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. റിക്കേഴ്സീവായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ടിപ്പിക്കൽ ഇൻ എ ബോട്ടം അപ്പ് ഫാഷൻ. ഒരു ബോട്ടം അപ്പ് ഫാഷനിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് നാലാമത്തത് കൺസ്ട്രക്റ്റ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫ്രം ദ കമ്പ്യൂട്ടഡ് ഇൻഫോർമേഷൻ. എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ? ഒരു കമ്പ്യൂട്ടർ ഇൻഫോർമേഷനിൽ നിന്ന് ഒപ്റ്റിമൽ സൊല്യൂഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് നാലാമത്തത് പറഞ്ഞേക്കുന്നത്. ഈ 4 യൂസ് ചെയ്തിട്ടാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇതിൻ്റെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ, ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ്, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന്, രണ്ടാമത്തത് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ്, മൂന്നാമത്തെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഈ 3 ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡൈനാമിക്കിൻ്റെ തീർന്നു. അടുത്തതാണ് 01 നാപ്സാക്ക് എന്ന് പറയുന്നത്. ഈ 01 നാപ്സാക്ക് എന്ന് പറയുന്നതും നമുക്ക് സോൾവ് ചെയ്യാനായിട്ടോ ഓരോ അപ്രോച്ച് ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ 01 നാപ്സാക്ക് ഇറ്റ്സ് ഐറ്റം cannot be broken, which means the thief should take the item as a whole or should leave it. ഈ നാപ്സാക്ക് എന്ന് പറയുന്നത് അതായത് 01 നാപ്സാക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള 01 നാപ്സാക്കാണ് അടുത്ത ടോപ്പിക്ക്. ഇതിൽ പറയുന്നത് ഐറ്റം cannot be broken, which means the thief cannot take the item as a whole or should. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഐറ്റം പൊട്ടിപ്പോകാൻ പാടില്ല. എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ തീഫ്, വിച്ച് മീൻസ് ദ തീഫ് ഷുഡ് ടേക്ക് ദ ഐറ്റം ആസ് എ ഹോൾ ഓർ ഷുഡ് ലീവ് ഇറ്റ്. ആ ഒരു കള്ളൻ അത് എടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ എടുക്കണം, ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പോകണം. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ 01 നാപ്സാക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ റീസൺ ബിഹൈൻഡ് കോളിങ് ഇറ്റ് ആസ് 01 നാപ്സാക്ക്. ഇങ്ങനൊരു റീസൺസ് വെച്ചിട്ടാണ് ഇതിനെ 01 നാപ്സാക്ക് എന്ന് പറയുന്നത്. Hence, in case of 01 knapsack, the value of xi can be either 0 or 1, where other constraints remain the same. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ഇതിൻ്റെ 01 നാപ്സാക്ക് കേസിൽ വരാൻ നേരത്ത് അതിൻ്റെ വാല്യൂ x1 ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആവാൻ പറ്റുള്ളൂ. ബാക്കി കോൺസ്ട്രെയിൻസ് ഒക്കെ സെയിം ആയിരിക്കും, അതിലൊന്നും മാറ്റം ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. 01 knapsack cannot be solved by greedy approach. Greedy approach does not ensure an optimal solution. In many instances, greedy approach may give an optimal solution. ഈ 01 നാപ്സാക്കിൻ്റെ അകത്ത് ഗ്രീഡി അപ്രോച്ച് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗ്രീഡി അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കറക്റ്റായിട്ട് നമുക്ക് എൻഷ്യൂർ ചെയ്യുന്നില്ല.
ഇൻ മെനി ഇൻസ്റ്റൻസ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഗ്രീഡി അപ്രോച്ച് മേ ഗിവ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. പക്ഷേ മെനി ഇൻസ്റ്റൻസിൽ പൊതുവെ പറയുന്നത് നമുക്ക് ഒപ്റ്റിമൽ കിട്ടുമെന്നാണ് പറയുന്നതെന്ന്. ഫോർ ദ ഫോളോയിങ് എക്സാമ്പിൾ എസ്റ്റാബ്ലിഷ് അവർ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് എങ്ങനെ ആണ് ഒരു എക്സാമ്പിൾ തന്നേക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ. Let us consider that the capacity of the knapsack is W equal to 25 and the item are as shown in the following table. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നാപ്സാക്കിൻ്റെ കപ്പാസിറ്റി W എന്ന് പറയുന്നത് 25 എടുത്തിട്ട് അത് നമുക്ക് ആ ടേബിളിൽ വെച്ച് നമ്മൾ ഐറ്റം അതിൻ്റെ ഐറ്റംസ് ടേബിളിലേക്ക് ആക്കി കാണിച്ചിട്ടുണ്ടെന്ന് പറയും. ഐറ്റംസ് എന്ന് പറയുന്നത് 4 ഐറ്റം ഉണ്ട്, A B C D. അതിൻ്റെ പ്രോഫിറ്റ് എക്ക് 24, ബിക്ക് 18, സിക്കും 18, ഡിക്ക് 10. അതിൽ ഓരോന്നിൻ്റെ വെയിറ്റും ഏകദേശം ഡിഫറൻസ് ഉണ്ട്. വിത്തൗട്ട് കൺസിഡറിങ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് വെയിറ്റ്, ഇതിൻ്റെ അകത്ത് വിത്തൗട്ട് കൺസിഡറിങ് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് PI/WI. If we apply greedy approach to solve this problem, first item A will be selected as it will contribute maximum profit among all the elements. ഇതിൽ ഗ്രീഡി അപ്രോച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് വെച്ചാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രീഡി അപ്രോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ A ആയിരിക്കും സെലക്ട് ചെയ്യണത്. A സെലക്ട് ചെയ്യാൻ ഫസ്റ്റ് ഐറ്റം A ആയതുകൊണ്ട് അത് ആണ് സെലക്ട് ചെയ്തിട്ട് ആ ഐറ്റം ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് പ്രോഫിറ്റ് തരാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്രീഡി അപ്രോച്ച് വരാൻ നേരത്ത് ആഫ്റ്റർ സെലക്ടിങ് ഐറ്റം A, നോ മോർ ഐറ്റം വിൽ ബി സെലക്റ്റഡ്. ആദ്യം A എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഐറ്റവും സെലക്ട് ചെയ്യത്തില്ല. അതായിരിക്കും കൂടുതലായിട്ട് നമ്മൾ കോൺട്രിബ്യൂഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട്. Hence, for this given set of items, total profit is 24. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 24 ആയിക്ക്. Whereas the optimal solution can be achieved by selecting items B and C, where the total profit is 18 plus 18 equal to 36. A മാത്രം എടുത്തപ്പോഴാണ് 24, അഥവാ ബാക്കി സെലക്ട് ചെയ്ത ബിയും സിയും കൂടെ എടുത്ത് 18 plus 18 36 കിട്ടി, അതാണ് പറയുന്നത്. Whereas the optimal solution can be achieved by selecting items. ഓരോ ഐറ്റം സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഏത് ബി ആൻഡ് സി, ആ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ നേരത്തുള്ള ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 36. പിന്നെ അതല്ല രണ്ടാമത്തെ എക്സാമ്പിൾ. ഇൻസ്റ്റെൻറ്റ് ഓഫ് സെലക്ടിങ് ദ ഐറ്റംസ് ബേസ്ഡ് ഓൺ ദ ഓവറോൾ ബെനിഫിറ്റ്, in this example the items are selected based on ratio PI/WI. എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്യാതെ അതിൻ്റെ റേഷ്യോ ബേസ് ചെയ്ത് PI/WI, പ്രോഫിറ്റ് ബൈ വെയ്റ്റിൻ്റെ വെച്ച്, പ്രോഫിറ്റ് പെർ യൂണിറ്റ് വെയിറ്റ് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. Let us consider the capacity of knapsack is W equal to 60 and the items are shown the following table. എന്നതാണ് പറഞ്ഞിരിക്കുന്നത്, നാപ്സാക്കിൻ്റെ കപ്പാസിറ്റി W എന്ന് പറയുന്നത് 60 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ടേബിളിൽ ബാക്കി അതിൻ്റെ ഐറ്റംസ് ഷോൺ ചെയ്തിരിക്കുന്നവരാണ്. ഇതിൻ്റെ അകത്ത് നേരത്തെ പോലെ തന്നെ 3 ഐറ്റംസ് ഉണ്ട്, അതിന് പ്രൈസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, റേഷ്യോ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ അത് പ്രോഫിറ്റ് കൊടുത്തിട്ടില്ല. യൂസിങ് ദ ഗ്രീഡി അപ്രോച്ച്, ഇതിലും ഗ്രീഡി അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഐറ്റം A ഈസ് സെലക്റ്റഡ്, ആദ്യത്തെ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തു. Then the next item B is chosen. അത് കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് ഇത് ചൂസ് ചെയ്തു B. Hence the total profit is 100 plus 218 equal to 318. എന്താ, ആദ്യത്തേൻ്റെ പ്രൈസ് എത്രയാണ് 100, രണ്ടാമത്തേൻ്റെ പ്രൈസ് 280, അത് രണ്ടും കൂടെ കൂട്ടാൻ നേരത്ത് 380 കിട്ടി. However, the optimal solution of this instance can be achieved by selecting items B and C. എന്നാണ്, അതല്ലാതെ നമുക്ക് B and C യൂസ് ചെയ്തും ഇതിൻ്റെ അത് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് അച്ചീവ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തെന്നാ 280 plus 120, അപ്പോൾ 400 കിട്ടി.
അതാണ് ഉദ്ദേശിക്കുന്നത്. റേഷ്യോ ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, രണ്ടും എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. Hence, it can be concluded that greedy approach may not give an optimal solution. എങ്ങനെ എടുത്താലും പക്ഷേ ഗ്രീഡി അപ്രോച്ച് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഒന്ന് കൂടുതൽ ഒന്ന് കുറവല്ലാതെ ഒരു നോർമൽ കിട്ടൂല നമുക്ക്. ടു സോൾവ് 01 knapsack ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഈസ് റിക്വയർഡ്. എന്താ പറയുന്നത്? അതുകൊണ്ടാണ് 01 knapsackന് വേണ്ടിയിട്ട് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എ തീഫ് ഈസ് റോബിങ് എ സ്റ്റോർ ആൻഡ് ക്യാൻ ക്യാരി എ മാക്സിമം വെയിറ്റ് ഓഫ് W ഇൻറ്റു ഹിസ് സ്നാപ്സാക്ക്. എന്നാ ഒരു കള്ളൻ ഒരു കടയിൽ നിന്ന് കക്കാൻ കയറി, അയാൾക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്, ഒരു ബാഗിൽ എടുക്കാൻ പറ്റുന്നത്. There are n items and weight of ith item is WI and the profit of selecting this item is PI. എന്താ പറഞ്ഞിരിക്കുന്ന n ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് ith ഐറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് WIയും അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് PIയുമാണ്. വാട്ട് ഐറ്റംസ് ഷുഡ് ദ തീഫ് ടേക്ക്? ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? ഏത് ഐറ്റമാണ് ആ തീഫ് എടുത്തതെന്ന് പറയുന്നത്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച് വെച്ച് നമ്മൾ നോക്കാൻ പോവാണ്. Let I be the highest numbered item in an optimal solution is for $. അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് I എന്ന് പറയുന്നത് ഹൈ നമ്പേർഡ് ഐറ്റം പറഞ്ഞിരിക്കുന്നത്. I എന്ന് പറയുന്ന ഒരു ഹയസ്റ്റ് നമ്പർ ഐറ്റമാണ് ഇവിടുത്തെ $ലെ S സൊല്യൂഷൻസിൻ്റെ കിട്ടിയതിൽ ഹയസ്റ്റ് ആണ് I എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ S' എന്ന് പറയുന്നത് S-I എന്നായിരിക്കും. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് S ആണ്. ആ എസ്സിന് I ഹയസ്റ്റ് വാല്യൂ ആയതുകൊണ്ട്, ഹയസ്റ്റ് നമ്പർ ഐറ്റം ആയതുകൊണ്ട് അത് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് S' കിട്ടും ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ. എവിടത്തേലും W - WY ഡോളേഴ്സിൻ്റെ ഉള്ള ഇതാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് ദ സൊല്യൂഷൻ S. അതിൻ്റെ എസ് എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VI, അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ദ വാല്യൂ ഓഫ് ദ സബ് പ്രോബ്ലംസിൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്യുന്നിടത്താണ് നമുക്ക് എസിൻ്റെ വാല്യൂ കിട്ടണത്. എസ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ്റെ വാല്യൂ കിട്ടണത്. വി ക്യാൻ എക്സ്പ്രസ് ദിസ് ഫാക്റ്റ് ഇൻ ദ ഫോളോയിങ് ഫോർമുല. എന്നതാണ് ഈ ഫാക്റ്റൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുലയിലേക്ക് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻ C of IW to be the solution for items 1 to up to I and the maximum weight W. പറഞ്ഞിരിക്കുന്നത് C of IW എന്ന് പറഞ്ഞേക്കുന്ന ഒരു സൊല്യൂഷനാണ്. എന്തിൻ്റെ? 1 തൊട്ട് I വരെയുള്ള ഐറ്റത്തിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. ദ ആൽഗോരിതം ടേക്സ് ദ ഫോളോയിങ് ഇൻപുട്സ്. ഇവിടെ തന്നിരിക്കുന്ന ഫോളോയിങ് ഇൻപുട്സ് ആണ് എടുക്കുന്നത്. ദ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്, നമുക്ക് താഴെ തന്നിരിക്കുന്ന പോലെ. ദ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് N ആണ്. എത്രയാണെന്ന് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ N എടുത്തു. ദ 2 സീക്വൻസ് V ഈക്വൽ ടു V1 V2 up to Vn ആൻഡ് W ഈക്വൽ ടു W1 W2 up to Wn. പറഞ്ഞിരിക്കുന്ന 2 സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വിയും പിന്നെ ഒന്ന് ഡബ്ല്യുയും. രണ്ടും നമ്മൾ സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. നാപ്സാക്ക് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയതുകൊണ്ട് ഡൈനാമിക് 01 നാപ്സാക്കിൻ്റെ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വി യൂസ് ചെയ്യുന്നുണ്ട്, സ്മോൾ ലെറ്റർ W യൂസ് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു ഐറ്റം ഉണ്ടെന്ന് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാക്സിമം വെയിറ്റും പറയുന്നുണ്ട്. അതാണ് ആ 4ലും കാണിച്ചേക്കുന്നത്. ഫോർ small w is equal to 0 to W do. എന്താ പറഞ്ഞേക്കണ? ആദ്യം സ്മോൾ ലെറ്റർ W. ആ സീക്വൻസ് 0 തൊട്ട് W വരെ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കണത്? C of 0W സ്മോൾ W ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് എന്താണെന്ന് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്ത് ഫോർ I ഈക്വൽ ടു 1 to N do. എന്താ ആദ്യത്തത് 1 എടുത്തിട്ട് I എന്ന് പറയുന്നത്
1 തൊട്ട് n വരെയാകാം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കണം? C(i0) = 0 എടുത്ത് നമ്മൾ ആദ്യം C(i) ആദ്യം നമ്മൾ നേരത്തെ എന്താ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? C(0)W എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് i എന്ന് പറയുന്നത് 1 to n വരെ എടുത്ത് കഴിയുമ്പോൾ സെറ്റ് ചെയ്തത് 050 = 0 എന്ന് എടുത്തേക്കണത്. എന്നിട്ട് for W = 1 to W. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ W എന്തൊക്കെ 1 to W വരെ ആക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ WI എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ W ആണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണത്? VI ഏതാണ് നമ്മൾ വാല്യൂ നമുക്കറിയത്തില്ല. VI പ്ലസ് അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യേണ്ടത്? C(i-1) W-WI അങ്ങനെ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് VIയുടെ കൂട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് C(1W) എന്ന് പറയുന്നത് VI പ്ലസ് C(i-1) W-WI എന്താ കൊടുത്തേക്കണത്? WI സ്മോൾ ലെറ്റർ WI <= സ്മോൾ ലെറ്റർ W ആണെങ്കിൽ VI പ്ലസ് C(i-1) W-WI അത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് C(i)W എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ C(WI) എന്ന് പറയുന്നത് ഏതാക്കണം? അതിൻ്റെ അകത്തുനിന്നുള്ള ചെയ്യാൻ നേരത്ത് നമ്മൾ രണ്ടാമത്തേൽ W-WI WI എന്ന് പറയുന്ന വാല്യൂ ഇല്ലാതെ എടുക്കാനാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് അവിടെ തീർന്നു. പിന്നെ അടുത്ത അതിൻ്റെ അകത്തല്ല ഇഫ് അഥവാ WI <= W എന്നെടുത്ത് ആണ് അത് വന്നേക്കുന്നത്. ആ ഇഫ് എൽസും തീർന്നു. ഇനി മറ്റേതിൻ്റെ ഇഫിൻ്റെ ബാക്കി എൽസ് വരുന്നത് C(iW) എന്ന് പറയുന്നത് തന്നെയാണ്. ആ വാല്യൂ താഴത്തേക്ക് എടുത്ത് എഴുതുന്നു. അത്രയേ ഉള്ളൂ പറഞ്ഞേക്കുന്നത്. The set of items to take can be deduced from the table starting at C(n)W and tracking backward where the optimal values came from. The set of items can be deduced from ആ ടേബിളിൽ നിന്ന് സെറ്റ് ഓഫ് ഐറ്റംസ് നമുക്ക് കുറക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് അറ്റ് എവിടെ നിന്ന് തൊട്ട് C(n)W തൊട്ട് ട്രാക്കിംഗ് ബാക്ക്വേർഡ്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ബാക്ക്വേർഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒപ്റ്റിമൽസ് വാല്യൂസ് നമുക്ക് എവിടെ നിന്നാണോ വന്നത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇഫ് C(iW) = C(i-1W) എന്നാണെങ്കിൽ then items I is not part of the solution. എൽസ് ആണ് അതിൻ്റെ ഉത്തരം വരുന്നതെങ്കിൽ ആ ഐറ്റം അതിൻ്റെ സൊല്യൂഷൻ്റെ പാർട്ടല്ലെന്നാണ് പറയുന്നത്. ആൻഡ് വി കണ്ടിന്യൂ ട്രേസിങ് ദ C(i-1, W). അതായിക്കോമ എന്താണ് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുമെന്നാണ് പറയുന്നത്. ട്രാക്ക് ചെയ്യുമെന്നാണ് പറയണം. Otherwise, item I is part of the solution and we continue tracing with C(i-1, W-WI. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം മറ്റേത് വെച്ച് ട്രേസ് ഔട്ട് ചെയ്തിട്ട് അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഈ ഐയുടെ I ഈസ് പാർട്ട് ഓഫ് ദ ഐ സൊല്യൂഷൻ്റെ പാർട്ടായതുകൊണ്ട് നമ്മൾ ഏത് വെച്ച് ട്രാക്ക് ചെയ്യും? C(i-1, W-W) എന്ന് മറിച്ച് നമ്മളത് ബാക്കിയത് ട്രേസ് ഔട്ട് ചെയ്യുക. ഐ ഏത് ഐറ്റം എങ്ങനെ അതിൻ്റെ പാർട്ടിലുണ്ടോയെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ദിസ് അൽഗോരിതം ടേക്സ് ഓർഡർ ഓഫ് n, W items as table C has n+1 into W+1 entities.
where each entry requires order of 1 time to compute. ഈ അൽഗോരിതം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n,w ആയിരുന്ന ടൈംസ് ആണ് എടുക്കുന്നത്. അതിൽ ടേബിൾ എന്ന് പറയുന്നത് n+1 ഇൻറ്റു w+1 എൻറ്റിറ്റീസാണ് ഈ ടേബിൾ സിക്ക് വേണ്ടത്. അതിന് എൻട്രി റിക്വയർസ് എന്ന് പറയുന്നത് എൻട്രി റിക്വയർസ് എന്ന് പറയുന്ന ഓർഡർ ഓഫ് 1 ടൈം കമ്പ്യൂട്ടാണ് ഇതിൻ്റെ ആവശ്യം.